ശാന്തി 12/12/24. പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ പഠിപ്പിക്കുന്ന ഈ പഠനത്തിൽ അളവറ്റ സമ്പാദ്യമുണ്ട്. അതിനാൽ പഠനം നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കൂ. ലിങ്ക് അഥവാ ബന്ധം ഒരിക്കലും മുറിയരുത്. ചോദ്യം: ആരാണോ വിനാശകാലെ വിപരീത ബുദ്ധിയുള്ളവർ, അവർക്ക് നിങ്ങളുടെ ഏത് കാര്യത്തിന്മേൽ ചിരി വരുന്നു? ഉത്തരം: ഇപ്പോൾ വിനാശകാലം സമീപത്താണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ അവർക്ക് ചിരി വരുന്നു. നിങ്ങൾക്കറിയാം, ബാബ ഇവിടെ തന്നെ ഇരിക്കാൻ പോകുന്നില്ല. ബാബയുടെ ഡ്യൂട്ടിയാണ് പാവനമാക്കുക എന്നത്. എപ്പോഴാണോ പാവനമായി മാറുന്നത്, അപ്പോൾ ഈ പഴയ ലോകം വിനാശമാകും, പുതിയത് വരും. ഈ യുദ്ധം തന്നെ വിനാശത്തിനു വേണ്ടിയാണ്. നിങ്ങൾ ദേവതയായി മാറുമ്പോൾ ഈ കലിയുഗി മോശമായ സൃഷ്ടിയിൽ വരുവാൻ സാധിക്കില്ല. ഓം ശാന്തി. ആത്മീയ പിതാവിരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. നമ്മൾ വളരെയധികം അറിവില്ലാത്തവരായി മാറിയിരുന്നു എന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. മായ രാവണൻ അറിവില്ലാത്തവരാക്കി മാറ്റിയിരുന്നു. പുതിയ സൃഷ്ടി സ്ഥാപിതമാകേണ്ടതുണ്ട് എന്നിരിക്കെ ബാബയ്ക്ക് തീർച്ചയായും വരിക തന്നെ വേണം എന്നതും കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. ത്രിമൂർത്തിയുടെ ചിത്രവുമുണ്ട്. ബ്രഹ്മാവിലൂടെ സ്ഥാപന, വിഷ്ണുവിലൂടെ പാലന, ശങ്കറിലൂടെ വിനാശം. കാരണം ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും ബാബയാണല്ലോ. ചെയ്യുകയും ചെയ്യിക്കുകയും ചെയ്യുന്ന ഒന്നേ ഉള്ളൂ. ആദ്യം ആരുടെ നാമമാണ് വരിക? ആ ഒന്ന് ചെയ്യുന്നു, പിന്നെ ആരിലൂടെ ചെയ്യിക്കുന്നു? കരൺ കരാവൻഹാർ എന്ന് പറയുന്നുണ്ടല്ലോ. ബ്രഹ്മാവിലൂടെ പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ചെയ്യിക്കുന്നു. നമ്മുടെ പുതിയ ലോകം നമ്മൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതും കുട്ടികൾ അറിയുന്നുണ്ട്. ഇതിൻ്റെ പേര് തന്നെ ദേവി ദേവന്മാരുടെ ലോകം എന്നാണ്. സത്യയുഗത്തിൽ തന്നെയാണ് ദേവി ദേവതമാരുള്ളത്. മറ്റാരെയും ദേവി ദേവത എന്ന് പറയുന്നില്ല. അവിടെ മനുഷ്യർ ഉണ്ടായിരിക്കില്ല. ഒരേ ഒരു ദേവി ദേവതാ ധർമ്മമാണുള്ളത്. രണ്ടാമതൊരു ധർമ്മമേ ഇല്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ സ്മൃതിയിൽ വന്നിരിക്കുന്നു. തീർച്ചയായും നമ്മൾ ദേവി ദേവതയായിരുന്നു. അടയാളങ്ങളുമുണ്ട്. ഇസ്ലാമി, ബൗദ്ധി, ക്രിസ്ത്യൻ തുടങ്ങിയവർക്കേവർക്കും അവരവരുടേതായ അടയാളമുണ്ട്. നമ്മുടെ രാജ്യം എപ്പോൾ ഉണ്ടായിരുന്നു? അപ്പോൾ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ മറ്റെല്ലാ ധർമ്മവുമുണ്ട്. നമ്മുടെ ദേവതാ ധർമ്മമില്ല. ഗീതയിൽ വളരെ നല്ല നല്ല വാക്കുകളുണ്ട്, പക്ഷേ ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ബാബു പറയുന്നു, വിനാശകാലെ വിപരീത ബുദ്ധി, വിനാശകാലെ പ്രീതബുദ്ധി. വിനാശം ഈ സമയത്ത് തന്നെയാണ് ഉണ്ടാകേണ്ടത്. ബാബ വരുന്നതും ചേഞ്ച് ഉണ്ടാകുന്ന സംഗമയുഗത്തിലാണ്. ബാബ കുട്ടികളായ നിങ്ങൾക്ക് പകരമായി സർവ്വതും പുതിയത് നൽകുന്നു. ആ ഒന്ന് സ്വർണ്ണപ്പണിക്കാരനുമാണ്, അലക്കുകാരനുമാണ്, വലിയ വ്യാപാരിയുമാണ്. വിരളം പേർ മാത്രമേ ബാബയുമായി വ്യാപാരം നടത്തൂ. ഈ വ്യാപാരത്തിൽ അളവറ്റ നേട്ടമാണ്. പഠനത്തിൽ നേട്ടം വളരെയധികമുണ്ട്. പഠനം സമ്പാദ്യമാണ് എന്ന് മഹിമയും ചെയ്യപ്പെടുന്നു. അതും ജന്മജന്മാന്തരങ്ങളിലേക്കുള്ള സമ്പാദ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പഠനം നല്ല രീതിയിൽ പഠിക്കേണ്ടത് ആവശ്യമാണല്ലോ. വളരെ സഹജമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. കേവലം ഒരു ആഴ്ച മനസ്സിലാക്കിയ ശേഷം എവിടെയും പോയിക്കൊള്ളൂ. നിങ്ങളുടെ അടുക്കൽ പഠനം വന്നുകൊണ്ടേയിരിക്കും. അതിനർത്ഥം മുരളി ലഭിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരിക്കലും ലിങ്ക് മുറിയുകയില്ല. ഇത് പരമാത്മാവുമായുള്ള ആത്മാക്കളുടെ ലിങ്കാണ്. വിനാശകാലെ വിപരീത ബുദ്ധി വിനശന്തി
പ്രീതബുദ്ധി വിജയന്തി എന്ന വാക്ക് ഗീതയിലുമുണ്ട്. നിങ്ങൾ അറിയുന്നുണ്ട്, ഈ സമയത്ത് മനുഷ്യർ പരസ്പരം കടിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. ഇവരെ പോലെ ദേഷ്യമോ വികാരമോ മറ്റാരിലുമില്ല. ദ്രൗപദി വിളിച്ചതായും മഹിമയുണ്ട്. ബാബ മനസ്സിലാക്കിച്ചു തന്നു, നിങ്ങളേവരും ദ്രൗപദിമാരാണ്. ഭഗവാനുവാച, ബാബ പറയുന്നു, കുട്ടികളെ, ഇപ്പോൾ വികാരത്തിൽ പോകരുത്. ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾ കേവലം പിതാവായ എന്നെ ഓർമ്മിക്കൂ. ഇപ്പോൾ വിനാശകാലമാണല്ലോ. ആര് പറയുന്നതും കേൾക്കുന്നില്ല, അടികൂടിക്കൊണ്ടിരിക്കുന്നു. ശാന്തമായിരിക്കൂ എന്ന് അവരോട് എത്ര പറഞ്ഞാലും ശാന്തമായി ഇരിക്കുന്നില്ല. തൻ്റെ കുട്ടികളിൽ നിന്നെല്ലാം വേർപെട്ട് യുദ്ധമൈതാനത്തിൽ പോകുന്നു. എത്ര മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യന് ഒരു വാല്യൂവുമില്ല. അഥവാ വാല്യൂ ഉണ്ടെങ്കിൽ ഈ ദേവതമാർക്കാണ് മഹിമയുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഇതാകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മഹിമ വാസ്തവത്തിൽ ഈ ദേവതമാരെക്കാളും കൂടുതലാണ്. നിങ്ങളെ ഇപ്പോൾ ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര ഉയർന്ന പഠനമാണ്! പഠിക്കുന്നവർ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ തീർത്തും തമോ പ്രധാനമാണ്. ഞാനാണെങ്കിൽ സദാ സതോ പ്രധാനം തന്നെയാണ്. ബാബ പറയുന്നു, ഞാൻ കുട്ടികളായ നിങ്ങളുടെ ഒബീഡിയൻ സെർവൻ്റായി വന്നിരിക്കുകയാണ്. ചിന്തിക്കൂ, നമ്മൾ എത്ര മോശമായി മാറിയിരിക്കുകയാണ്. ബാബ തന്നെയാണ് നമ്മളെ ആഹാ ആഹാ, അതായത് സ്തുതിക്കപ്പെടുന്നവർ ആക്കുന്നത്. ഭഗവാൻ ഇരുന്ന് മനുഷ്യരെ പഠിപ്പിച്ച് എത്ര ഉയർന്നതാക്കുന്നു. ബാബ സ്വയം പറയുന്നു, ഞാൻ വളരെ ജന്മങ്ങളുടെ അന്തിമത്തിൽ നിങ്ങളേവരെയും തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാക്കുവാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ സ്വർഗവാസിയാക്കി. പിന്നെ നിങ്ങൾ നരകവാസിയായതെങ്ങനെ? ആരാണ് ആക്കിയത്? വിനാശകാലേ വിപരീത ബുദ്ധി വിനശന്തി, പ്രീതബുദ്ധി വിജയന്തി എന്ന മഹിമയുമുണ്ട്. പിന്നെ എത്രത്തോളം പ്രീതബുദ്ധിയായിരിക്കുമോ, അതായത് വളരെയധികം ഓർമ്മിക്കുമോ, അത്രയും നിങ്ങളുടെ തന്നെ നേട്ടമാണ്. യുദ്ധത്തിൻ്റെ മൈതാനമാണല്ലോ. ഗീതയിൽ ഏതൊരു യുദ്ധമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ആരും അറിയുന്നില്ല. അവർ പിന്നെ കൗരവരുടെയും പാണ്ഡവരുടെയും യുദ്ധം കാണിച്ചിരിക്കുന്നു. കൗരവ സമ്പ്രദായവും പാണ്ഡവ സമ്പ്രദായവും ഉണ്ട്, എന്നാൽ യുദ്ധമൊന്നുമില്ല. പാണ്ഡവർ എന്ന് പറയുന്നത് ബാബയെ അറിയുന്നവരെയാണ്, ബാബയോട് പ്രീതബുദ്ധിയുള്ളവരാണ്. കൗരവർ എന്ന് പറയുന്നത് ബാബയോട് വിപരീത ബുദ്ധിയുള്ളവരെയാണ്. വാക്കുകൾ വളരെ നല്ലതും മനസ്സിലാക്കാൻ യോഗ്യമായവയുമാണ്. ഇപ്പോൾ സംഗമയുഗമാണ്. കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട്, പുതിയ ലോകത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. ബുദ്ധിയെ ഉപയോഗിക്കണം. ഇപ്പോൾ ലോകം എത്ര വലുതാണ്! സത്യയുഗത്തിൽ എത്ര കുറച്ച് മനുഷ്യരായിരിക്കും ഉള്ളത്. ചെറിയ വൃക്ഷം ആയിരിക്കുമല്ലോ. ആ വൃക്ഷം പിന്നെ വലുതാകുന്നു. മനുഷ്യ സൃഷ്ടിയാകുന്ന ഈ തലകീഴായ വൃക്ഷം എങ്ങനെയാണ് എന്നതും ആരും മനസ്സിലാക്കുന്നില്ല. ഇതിനെ കൽപ്പവൃക്ഷം എന്ന് പറയുന്നു. വൃക്ഷത്തിൻ്റെ നോളജും വേണമല്ലോ. മറ്റ് വൃക്ഷങ്ങളുടെ നോളജ് ആണെങ്കിൽ വളരെ വളരെ ഈസിയാണ്, ഉടൻ പറയും. ഈ വൃക്ഷത്തിൻ്റെ നോളജും ഇതേപോലെ ഈസിയാണ്. എന്നാൽ ഇത് ഹ്യൂമൻ വൃക്ഷമാണ്. മനുഷ്യർക്ക് തൻ്റെ വൃക്ഷത്തെക്കുറിച്ച് അറിയുവാനേ കഴിയുന്നില്ല. ഗോഡ് ഈസ് ക്രിയേറ്റർ എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായും ചൈതന്യമാണല്ലോ. ബാബ സത്യമാണ്, ചൈതന്യമാണ്, ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ആ ഒന്നിൽ ഏതൊരു ജ്ഞാനമാണുള്ളത്, ഇതും ആരും മനസ്സിലാക്കുന്നില്ല. ബാബ ബീജരൂപമാണ്, ചൈതന്യമാണ്. ആ ഒന്നിൽ നിന്ന് തന്നെയാണ് മുഴുവൻ രചനയും ഉണ്ടാകുന്നത്. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. മനുഷ്യർക്ക് തങ്ങളുടെ
വൃക്ഷത്തിൻ്റെ ബീജം അഥവാ ചൈതന്യമായിരുന്നുവെങ്കിൽ പറഞ്ഞേനെ. പക്ഷേ അത് ജഡമാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ തന്നെയാണ് രചയിതാവിൻ്റെയും രചനയുടെയും രഹസ്യത്തെ അറിയുന്നത്. ഈ ഒന്ന് സത്യമാണ്, ചൈതന്യമാണ്, ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ചൈതന്യത്തിൽ സംസാരിക്കാൻ സാധിക്കുന്നുവല്ലോ. മനുഷ്യൻ്റെ ശരീരം ഏറ്റവും ഉയർന്നതും അമൂല്യവുമായി പാടപ്പെടുന്നു. ഇതിൻ്റെ മൂല്യം വർണ്ണിക്കുവാൻ സാധിക്കില്ല. ബാബ വന്ന് ആത്മാക്കൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ രൂപമാണ്, ബസന്തുമാണ്. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ആ ഒന്നിൽ നിന്നും നിങ്ങൾക്ക് രത്നങ്ങൾ ലഭിക്കുന്നു. ഇത് ജ്ഞാനരത്നമാണ്. ഈ രത്നങ്ങളിലൂടെ ആ രത്നങ്ങളും നിങ്ങൾക്ക് അനേകം ലഭിക്കുന്നു. ലക്ഷ്മി നാരായണൻ്റെ അടുക്കൽ നോക്കൂ, എത്ര രത്നങ്ങളുണ്ട്. വജ്രവൈഡൂര്യങ്ങളുടെ കൊട്ടാരങ്ങളിൽ വസിക്കുന്നു. നാമം തന്നെ സ്വർഗമെന്നാണ്. നിങ്ങൾ അതിൻ്റെ അധികാരിയാകുന്നവരാണ്. ഏതെങ്കിലും ദരിദ്രന് പെട്ടെന്ന് വലിയ ലോട്ടറി ലഭിക്കുകയാണെങ്കിൽ ഭ്രാന്തനാകുന്നുവല്ലോ. ബാബയും പറയുന്നു, നിങ്ങൾക്ക് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം ലഭിക്കുന്നു. അപ്പോൾ മായ എത്ര ഓപ്പോസിഷൻ ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകും, മായ എത്ര നല്ല നല്ല കുട്ടികളെ പോലും വിഴുങ്ങുന്നു, പൂർണ്ണമായും ഭക്ഷിക്കുന്നു. നിങ്ങൾ സർപ്പത്തെ കണ്ടിട്ടുണ്ട്. തവളയെ എങ്ങനെയാണ് പിടികൂടുന്നത്? ഇതുപോലെ ആനയെ മുതല വിഴുങ്ങുന്നു. സർപ്പം തവളയെ പൂർണ്ണമായും മുഴുവനും വിഴുങ്ങുന്നു. മായയും ഇങ്ങനെയാണ്. കുട്ടികളെ ജീവിച്ചിരിക്കെ പിടികൂടി പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. അവർ പിന്നെ ഒരിക്കലും ബാബയുടെ പേര് പോലും പറയുന്നില്ല. യോഗബലത്തിൻ്റെ ശക്തി നിങ്ങളിൽ വളരെ കുറവാണ്. മുഴുവൻ ആധാരവും യോഗബലത്തിന്മേലാണ്. സർപ്പം തവളയെ വിഴുങ്ങുന്നത് പോലെ കുട്ടികളായ നിങ്ങളും മുഴുവൻ ചക്രവർത്തി പദത്തെയും വിഴുങ്ങുന്നു. മുഴുവൻ വിശ്വത്തിൻ്റെയും ചക്രവർത്തി പദം നിങ്ങൾ സെക്കൻഡിൽ നേടിയെടുക്കും. ബാബ എത്ര സഹജമായ യുക്തി പറഞ്ഞു തരുന്നു. ഏതെങ്കിലും ആയുധമൊന്നുമില്ല. ബാബ ജ്ഞാനയോഗത്തിൻ്റെ അസ്ത്രശാസ്ത്രങ്ങൾ നൽകുന്നു. അവർ പിന്നെ സ്ഥൂലമായ ആയുധവും മറ്റും നൽകിയിരിക്കുകയാണ്. കുട്ടികളായ നിങ്ങൾ ഈ സമയത്ത് പറയുന്നു, നമ്മൾ എന്തിൽ നിന്നും എന്തായി മാറിയിരുന്നു. എന്ത് വേണമോ പറഞ്ഞുകൊള്ളൂ. നമ്മൾ ഇങ്ങനെ തീർച്ചയായും ആയിരുന്നു. മനുഷ്യൻ തന്നെയായിരുന്നു. പക്ഷേ ഗുണങ്ങളും അവഗുണങ്ങളും ഉണ്ടല്ലോ. ദേവതമാരിൽ ദൈവിക ഗുണമുണ്ട്. അതിനാൽ അവരുടെ മഹിമ പാടുന്നു. താങ്കൾ സർവഗുണ സമ്പന്നമാണ്. നിർഗുണരായ നമ്മളിൽ ഒരു ഗുണവുമില്ല എന്ന്. ഈ സമയത്ത് മുഴുവൻ ലോകം തന്നെ നിർഗുണമാണ്. അതായത് ഒരു ദേവതാ ഗുണം പോലുമില്ല. ഗുണങ്ങൾ പഠിപ്പിക്കുന്നവനായ ബാബയെ തന്നെ അറിയുന്നില്ല. അതിനാൽ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്നു. ഇപ്പോൾ വിനാശം സംഗമയുഗത്തിൽ ഉണ്ടാവുക തന്നെ വേണം. ഇതിൽ പഴയ ലോകത്തിൻ്റെ വിനാശമുണ്ടാകുന്നു, പുതിയ ലോകത്തിൻ്റെ സ്ഥാപന ഉണ്ടാകുന്നു. ഇതിനെ പറയുന്നത് വിനാശകാലം എന്നാണ്. ഇത് അന്തിമ വിനാശമാണ്. പിന്നെ പകുതി കൽപ്പം ഏതെങ്കിലും യുദ്ധമോ മറ്റോ ഉണ്ടാകുന്നതേയില്ല. മനുഷ്യർക്ക് ഒന്നും അറിയില്ല. വിനാശകാലേ വിപരീത ബുദ്ധിയാണ്. അപ്പോൾ തീർച്ചയായും പഴയ ലോകത്തിൻ്റെ വിനാശം ഉണ്ടാകുമല്ലോ. ഈ പഴയ ലോകത്തിൽ എത്ര ആപത്തുകളാണ്. മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ബാബ ഈ സമയത്തിൻ്റെ അവസ്ഥ പറഞ്ഞു തരുന്നു. വ്യത്യാസം വളരെയധികം ഉണ്ടല്ലോ. ഇന്ന് ഭാരതത്തിൻ്റെ അവസ്ഥ ഇതാണ്. നാളെ ഭാരതം എന്താകും? ഇന്ന് ഇതാണ്. നാളെ നിങ്ങൾ എവിടെയായിരിക്കും? നിങ്ങൾക്കറിയാം, ആദ്യം പുതിയ ലോകം എത്ര ചെറുതായിരുന്നു. അവിടെയാണെങ്കിൽ കൊട്ടാരങ്ങളിൽ എത്ര വജ്രവൈഡൂര്യങ്ങളും മറ്റുമുണ്ട്. ഭക്തിമാർഗത്തിലും നിങ്ങളുടെ ക്ഷേത്രം കുറഞ്ഞതൊന്നും ആയിരിക്കില്ല. കേവലം ഒരു സോമനാഥൻ്റെ ക്ഷേത്രം മാത്രമല്ല ഉണ്ടായിരിക്കുക. ആരെങ്കിലും ഒരാൾ ഉണ്ടാക്കിയാൽ അത് കണ്ട് മറ്റുള്ളവരും ഉണ്ടാക്കും. ഒരു സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ എത്ര കൊള്ളയടിച്ചു.
പിന്നെ ഇരുന്ന് തൻ്റെ സ്മാരകം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ചുമരുകളിൽ കല്ലും മറ്റും പതിപ്പിക്കുന്നു. ഈ കല്ലുകൾക്ക് എന്ത് വാല്യൂ ഉണ്ടായിരിക്കും? ഇത്രയും ചെറിയൊരു വജ്രത്തിന് പോലും എത്ര വിലയാണ്? ബാബ വജ്ര വ്യാപാരിയായിരുന്നു. ഒരു ചെറിയൊരു വജ്രം ഉണ്ടായിരുന്നു, 90 രൂപയുടെ ചെറുത്. ഇപ്പോഴാണെങ്കിൽ അതിൻ്റെ വില ആയിരക്കണക്കിന് രൂപയാണ്, ലഭിക്കുക പോലുമില്ല. വളരെയധികം വാല്യൂ വർദ്ധിച്ചു. ഈ സമയത്ത് വിദേശത്തിൻ്റെ ഭാഗത്തും മറ്റും വളരെയധികം ധനമുണ്ട്. എന്നാൽ സത്യയുഗത്തിന് മുന്നിൽ ഇത് ഒന്നും തന്നെയല്ല. ഇപ്പോൾ ബാബു പറയുന്നു, വിനാശകാലേ വിപരീത ബുദ്ധിയാണ്. നിങ്ങൾ പറയുന്നു വിനാശം സമീപത്താണ്. അപ്പോൾ മനുഷ്യർ ചിരിക്കുന്നു. ബാബു പറയുന്നു, ഞാൻ എത്ര സമയം ഇവിടെ തന്നെ ഇരിക്കും? എനിക്ക് ഇവിടെ രസം തോന്നുന്നുണ്ടാകുമോ? ഞാൻ സുഖിയും ആകുന്നില്ല, ദുഃഖിയും ആകുന്നില്ല. എൻ്റെ മേൽ പാവനമാക്കുന്നതിൻ്റെ ഡ്യൂട്ടിയുണ്ട്. നിങ്ങൾ ഇതായിരുന്നു, ഇപ്പോൾ ഇത് ആയിരിക്കുകയാണ്. വീണ്ടും നിങ്ങളെ ഇങ്ങനെ ഉയർന്നതാക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ വീണ്ടും അത് ആകാൻ പോകുന്നവരാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ അറിവ് വന്നു. നമ്മൾ ഈ ദൈവിക കുലത്തിലെ അംഗങ്ങളായിരുന്നു. രാജ്യമുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ തൻ്റെ രാജ്യം പാഴാക്കി. പിന്നെ മറ്റുള്ളവർ വരാൻ തുടങ്ങി. ഇപ്പോൾ ഈ ചക്രം പൂർത്തിയാകുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യമേയില്ല. ഈ യുദ്ധം തന്നെ വിനാശത്തിൻ്റേതാണ്. ആ ഭാഗത്ത് വളരെ സുഖമായി മരിക്കും. ഒരു പ്രയാസവും ഉണ്ടാകില്ല. ഹോസ്പിറ്റലിലും മറ്റുമൊന്നും ഉണ്ടായിരിക്കുകയില്ല. ആരിരുന്ന് സേവനം ചെയ്യുകയും കരയുകയും ചെയ്യും? അവിടെയാണെങ്കിൽ ഈ സമ്പ്രദായമേ ഇല്ല. അവരുടെ മൃത്യു സഹജമായി ഉണ്ടാകുന്നു. ഇവിടെയാണെങ്കിൽ ദുഃഖിതരായി മരിക്കുന്നു. കാരണം നിങ്ങൾ സുഖം വളരെയധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ ദുഃഖവും നിങ്ങൾക്ക് കാണേണ്ടതുണ്ട്. രക്തത്തിൻ്റെ നദി ഇവിടെ തന്നെ ഒഴുകും. ഈ യുദ്ധം പിന്നെ ശാന്തമായി കൊള്ളും എന്ന് അവർ കരുതുന്നു. പക്ഷേ ശാന്തമാകാൻ പോകുന്നില്ല. മൃഗത്തിന് മരണം, വേടന് ഇര. നിങ്ങൾ ദേവതയാകുന്നു. പിന്നെ കലിയുഗി മോശമായ സൃഷ്ടിയിൽ നിങ്ങൾക്ക് വരുവാൻ സാധിക്കില്ല. ഗീതയിലുമുണ്ട്, ഭഗവാനുവാച, വിനാശവും നോക്കൂ, സ്ഥാപനയും നോക്കൂ. സാക്ഷാത്കാരമുണ്ടായല്ലോ. ഈ സാക്ഷാത്കാരമെല്ലാം അന്തിമത്തിൽ ഉണ്ടാകും. ഇന്നവർ ഇതാകുന്നു. പിന്നെ ആ സമയത്ത് കരയും, വളരെയധികം പശ്ചാത്തപിക്കും, ശിക്ഷ അനുഭവിക്കും, ഭാഗ്യത്തെ പഴിക്കും. എന്നാൽ എന്ത് ചെയ്യുവാൻ സാധിക്കും? ഇത് 21 ജന്മങ്ങളുടെ ലോട്ടറിയാണ്. സ്മൃതി വരുന്നുവല്ലോ. സാക്ഷാത്കാരം കൂടാതെ ആർക്കും ശിക്ഷ ലഭിക്കുകയില്ല. കോടതി കൂടുന്നുവല്ലോ. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സ്വയം തന്നിൽ ജ്ഞാനരത്നം ധാരണ ചെയ്ത് രൂപ് ബസന്ത് ആകണം. ജ്ഞാനരത്നങ്ങളിലൂടെ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദത്തിൻ്റെ ലോട്ടറി നേടണം. ഈ വിനാശകാലത്തിൽ ബാബയോട് പ്രീതി വെച്ച് ഒന്നിൻ്റെ തന്നെ ഓർമ്മയിൽ ഇരിക്കണം. അന്തിമ സമയത്ത് പശ്ചാത്തപിക്കേണ്ടി വരികയോ ഭാഗ്യത്തെ പഴിക്കേണ്ടി വരികയോ ചെയ്യും വിധത്തിൽ ഒരു കർമ്മവും ചെയ്യരുത്. വരദാനം: സദാ സ്നേഹിയായി പറക്കുന്ന കലയുടെ വരദാനം പ്രാപ്തമാക്കുന്ന നിശ്ചിത വിജയിയും നിശ്ചിന്തവുമായി ഭവിക്കട്ടെ. സ്നേഹികളായ കുട്ടികൾക്ക് ബാബ് ദാദയിലൂടെ പറക്കുന്ന കലയുടെ വരദാനം ലഭിക്കുന്നു. പറക്കുന്ന കലയിലൂടെ സെക്കൻഡിൽ ബാബ് ദാദയുടെ അടുക്കൽ എത്തിച്ചേരൂ. അപ്പോൾ എങ്ങനെയുള്ള സ്വരൂപത്തിൽ പോലും വന്ന മായയ്ക്ക് താങ്കളെ സ്പർശിക്കാൻ സാധിക്കില്ല. പരമാത്മാ ഛത്രഛായയ്ക്കുള്ളിൽ മായയുടെ നിഴൽ പോലും വരിക സാധ്യമല്ല. സ്നേഹം
പ്രയത്നത്തെ മനോരഞ്ജനത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നു. സ്നേഹം ഓരോ കർമ്മത്തിലും നിശ്ചിത വിജയിയുടെ സ്ഥിതിയുടെ അനുഭവം ഉണ്ടാക്കിക്കുന്നു. സ്നേഹികളായ കുട്ടികൾ ഓരോ സമയത്തും നിശ്ചിന്തമായി ഇരിക്കുന്നു. സ്ലോഗൻ: നത്തിങ് ന്യൂവിൻ്റെ സ്മൃതിയിലൂടെ സദാ അചഞ്ചലമായിരിക്കൂ, എങ്കിൽ സന്തോഷത്തിൽ നൃത്തമാടിക്കൊണ്ടിരിക്കും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. അനേകം സങ്കല്പങ്ങളുടെ സർവവിസ്താരങ്ങൾക്കും ബിന്ദുവിട്ട് ഞാൻ ബിന്ദുരൂപമായി മാറുന്നു. ബിന്ദുരൂപത്തിൽ ഏകാഗ്രതയോടെ സ്ഥിതി ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ പരമധാമത്തിൽ ബിന്ദുരൂപനായ ബാബയുടെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. സർവഗുണങ്ങളുടെയും ശക്തികളുടെയും സാഗരമായ ബിന്ദുരൂപമായ ബാബയുടെ ഓർമ്മയിൽ ഞാൻ ലയിച്ചു ചേരുന്നു. ബിന്ദുരൂപനായ ബാബയിൽ നിന്നും സർവശക്തികളുടെയും ബലം എനിക്ക് ലഭിക്കുന്നു. സർവഗുണങ്ങളുടെയും ഖജനാവുകൾ എന്നിൽ നിറയുന്നു. ഈ സർവശക്തികളും ഗുണങ്ങളും സാരരൂപത്തിൽ ഉൾക്കൊള്ളപ്പെട്ട അവസ്ഥയിൽ ഞാൻ മാസ്റ്റർ ബീജരൂപമായി മാറുന്നു. ഈ സമ്പൂർണവും സൂക്ഷ്മവും ശക്തിശാലിയുമായ സ്ഥിതി എന്നിലെ സൂക്ഷ്മ വികർമ്മങ്ങളെപ്പോലും ഭസ്മമാക്കുന്നു. എന്നെ വിഘ്ന വിനാശകനാക്കി മാറ്റുന്നു. എന്നിൽ ഇച്ഛാ മാത്രം അവിദ്യ സ്ഥിതി ഉണ്ടാകുന്നു.
ഈ ശക്തിശാലി മാസ്റ്റർ ബീജരൂപ സ്ഥിതിയിലിരുന്ന് ഭക്ത ആത്മാക്കൾക്ക് ഞാൻ ഈശ്വരീയ ശക്തികൾ എൻ്റെ വരദാനി സ്വരൂപത്തിലൂടെ ദാനം ചെയ്യുന്നു.